ഇപ്പോൾ ഒരു രീതിയുണ്ട്, ബൊക്കെ കൊടുക്കുക. മാതാവിന് ബൊക്കെ കൊടുക്കുക. എങ്ങനെയാണ്? 1000 നന്മ നിറഞ്ഞാലും ചൊല്ലി ബൊക്കെ കൊടുക്കുക. ഹല്ലേലൂയ. അതിങ്ങനെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകരുണ്ട്. അവർ അപകടകാരികളാണ്, വലിയ അപകടകാരികളാണ്. ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജപമാല എന്ന് പറയുന്നത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ച രീതിയിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഒരു വ്യക്തി ഒരു 10-20 ജപമാല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1000 നന്മ നിറഞ്ഞിറക്കും ചൊല്ലി സമർപ്പിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ ചെയ്യുന്നത് അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ്. ഞാനത് പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ ഒരു പഠിപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തി അതിവിടെ ചിലവരോട് പഠിപ്പിച്ചു. അതോടുകൂടി ആ മനുഷ്യനെ ഇവിടെ കട്ട് ചെയ്തു, അഭിഷേകം കയറി വന്നു. കാരണം എന്താ? നമുക്ക് കുറേ നോട്ട് ഒരാൾ വെറുതെ തരാണ്, വാരി ഒരു കൊട്ടയെ കൊണ്ടുവന്ന് കമത്തിയിടാണ് നിങ്ങളുടെ മേത്തേക്ക്. നിങ്ങൾക്ക് മേടിക്കാം, അത് ചുവന്നിട്ട് പോകാൻ പറ്റുമോ? ജപമാല എന്താ? ജപമാല എന്ന് പറയുന്നത് വചനങ്ങൾ വെച്ചിട്ട് നെയ്തെടുക്കുന്നതാണ് ജപമാല. ആദ്യം എന്താ ചെല്ലുന്നത്? ആദ്യം ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് സ്വർഗസ്വനായ പിതാവ് ചൊല്ലാണ്. ആര് പഠിപ്പിച്ചതാ? ഈശോ പഠിപ്പിച്ചതാ. പിന്നെന്താ? തുടർന്ന് നന്മ നിറഞ്ഞ ചൊല്ലുക. അത് ആര് പഠിപ്പിച്ചു? സ്വർഗത്തിൻ്റെ കാര്യം സ്വർഗത്തിൻ്റെ കാര്യം പഠിപ്പിക്കുന്നത് മാലാഖമാർ പഠിപ്പിച്ചു. അവസാനം ത്രിത്വസ്തുതിയല്ല. ത്രിത്വസ്തുതി ആരോടുള്ളതാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനോടുള്ള. ഹല്ലേലൂയ.